ഹായ് ഗൈസ്, ഇന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ് നടന്നിരിക്കുന്നത്. അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ അറ്റാക്കുകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇപ്പോൾ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും റിട്ടാലിയേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഓർക്കുമ്പോൾ എന്താണ്, അതായത് താലിബാൻ എന്ന് പറയുന്ന പേരായിരിക്കും കേൾക്കുന്നത്. പക്ഷെ ഈ വട്ടം അതായത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്ന താലിബാനെ അല്ല, അതായത് TTP എന്ന് പറയും, അതായത് തെഹ്രിക്ക് താലിബാൻ എന്ന് പറയും. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ TTP എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയെ വളർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഇതേ പാകിസ്ഥാൻ തന്നെയാണ്. അതായത് ഇത് മാത്രമല്ല, ലോകത്തുള്ള പ്രധാനപ്പെട്ട തീവ്രവാദികളെ എല്ലാം വളർത്തിയതും ഇതേ പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ ഈ TTP-നെ വളർത്തിയതും എന്തുകൊണ്ടാന്നുള്ളൊരു ഡൗട്ട് ആർക്കും വേണ്ട ആവശ്യമില്ല. അതെ, ഇന്ത്യനെ എങ്ങനെയും നശിപ്പിക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശം കൊണ്ട് മാത്രമാണ് അവർ ഈ തീവ്രവാദികളെല്ലാം വളർത്തുന്നത്. അങ്ങനെ വളർത്തിയാണ് അവർ ഈ TTP എന്ന് പറയുന്ന ഇത് മാത്രമല്ല, ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ TTP എന്ന് പറയുന്ന ഇവര് എന്തിനാ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഇസ്ലാമ ഭരണം എന്ന് പറയുന്ന രണ്ട് രീതിയിലാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഭരണം മാറ്റിക്കൊണ്ട് എങ്ങനെ താലിബാനെ എല്ലാം പിടിച്ചെടുത്തു, അതേപോലെ തന്നെ ഈ ഒരു അതായത് TTP-യും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ അവസാനം നോക്കാം. അപ്പോൾ അങ്ങനെ അതേപോലത്തെ ഒരു ഭരണം കൊണ്ടുവരണം, സ്ട്രിക്റ്റ് ആയ ഇസ്ലാമിക് റൂൾ ഫോളോ ചെയ്യുന്ന ഒരു ഭരണം കൊണ്ടുവരണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇവര് ഉള്ളിൽ പോരാടുന്നത്. ഇത് മാത്രമല്ല, BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവര് തനിച്ചും പോരാടുന്നുണ്ട്. അവരെന്തിനാന്ന് വെച്ചാൽ അതായത് അവര് പാകിസ്ഥാൻ ഗവൺമെന്റിനും ആർമിക്കും എതിരെയും അതുപോലെ തന്നെ ചൈന ആർമിക്കെതിരെയുമാണ് അവര് പോരാടുന്നത്. അതെന്തുകൊണ്ടാണ്? ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന തനി ഒരു രാജ്യമായി ഡിക്ലെയർ ചെയ്യണം. ഇതിന്റെ കാരണം ബലൂചിസ്ഥാനിലുള്ള അതായത് ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ, അതായത് എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ എടുക്കുകയും തിരിച്ചൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു 1971 ബംഗ്ലാദേശിലും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കഴിഞ്ഞ ഏകദേശം കുറച്ചു മാസം കൊണ്ട് തന്നെ 76ഓളം ആർമി സോൾജേഴ്സിനെ അടക്കം ഈ ബലൂചിസ്ഥാൻ ആർമി കൊന്നുകളയുകയും ചെയ്തു. ഇനി ഇപ്പുറത്ത് പോക്കിനും കുറെ ലിബറേഷൻ ആർമി എല്ലാം തുടങ്ങുന്നുണ്ട്, അതായത് ഇന്ത്യയുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. ഇടയ്ക്കാണ് ഇപ്പോൾ ഈ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവർക്കെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ ശക്തമായ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അതും എവിടെയാന്ന് വെച്ചാൽ അതായത് കാബൂളിലാണ് നടത്തിയിരിക്കുന്നത്. കാബൂൾ എന്ന് വെച്ചാൽ കാബൂൾ ഡയറക്റ്റ് ആയിട്ടല്ല, അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ, പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ബോർഡറായ ബാരമൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആ ഒരു ബോർഡറിലാണ് ഈ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന 20 തീവ്രവാദികളെ കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താലിബാൻ ഗവൺമെന്റ് പറഞ്ഞതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതായത് ഇതിപ്പോൾ പാകിസ്ഥാൻ ആദ്യമായിട്ടല്ല അഫ്ഗാനിസ്ഥാനെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ നടത്തുന്നത്. ഈ വർഷം മാർച്ചിലും നടന്നിരുന്നു. അപ്പോൾ ഈ വട്ടം നടത്തിയ അറ്റാക്കിന്റെ പിന്നിൽ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് 2023 മാത്രം തീവ്രവാദി ആക്രമണം പാകിസ്ഥാനിൽ ഏകദേശം 856 തീവ്രവാദി ആക്രമണങ്ങളാണ് ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ നടന്നേ എന്നാണ് പറയുന്നത്. ഇത് 2023 കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ നവംബർ മാസത്തിൽ മാത്രം 76ഓളം സോൾജേഴ്സും അതുപോലെ തന്നെ കുറേയധികം സിവിലിയൻസും പാകിസ്ഥാനിൽ കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ വർഷത്തിലെ ഏറ്റവും വലിയൊരു റെക്കോർഡാണ് നവംബറിൽ പാകിസ്ഥാനിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്നത് ഈ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇവർക്കെതിരെ അറ്റാക്കുകൾ നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഇസ്ലാമാബാദിൽ നിന്ന് എയർ സ്ട്രൈക്ക് നടത്തുകയും അത് കറക്റ്റ് അതായത് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ കടന്നുപോയി അവിടെ വെച്ച് നടത്തിയത്. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് താലിബാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. താലിബാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ തെഹ്രിക്ക് താലിബാനും അതുപോലെ തന്നെ താലിബാനും ബന്ധമില്ല, അവരും ഇതേപോലെ തന്നെ താലിബാൻ എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ രണ്ടുപേരുടെയും ഉദ്ദേശം വേറെയാണ്. അപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് ഈ വട്ടം ഞങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഹോം ലാൻഡിൽ കയറിയിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അവര് തന്നെ ഹോം ലാൻഡ് എന്ന് പറഞ്ഞു ഒരുങ്ങി, അതായത് എന്റെ സ്വന്തം മാതൃരാജ്യം എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു താലിബാൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദി സംഘടന. ഇതിന് ശക്തമായ ഒരു തിരിച്ചടി ഞങ്ങൾ നടത്തിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമല്ല. പാകിസ്ഥാനെ വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും നരകത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഫോറക്സ് റിസർവ് അവരുടെ അടുത്ത് ഇല്ല. ഇതുകൊണ്ട് എന്താണ്, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പോലും അവർക്ക് ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലാണ്
പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഫോറക്സ് ഇല്ല. അതുകൊണ്ട് ഒരു അറ്റാക്ക് നടത്തുക, അതുപോലെ തന്നെ ആ ഒരു അറ്റാക്ക് സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കയ്യിലുള്ള താലിബാനും അത്ര പോസിബിൾ ആയ ഒരു മാർഗമൊന്നുമല്ല. അതുകൊണ്ട് അവരും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോ എന്താ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, ഈ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയ്ക്ക് അവര് തിരിച്ച് ഫണ്ടിങ് ഇച്ചിരി കൂടെ കൊടുക്കും, വെപ്പൺസ് കൊടുക്കും. അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ട് വീണ്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഈ സ്ഫോടനങ്ങളും അതും ഇതും നടത്താനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും. അല്ലാണ്ട് അവര് ഡയറക്റ്റ് ആയിട്ട് ഒരു യുദ്ധത്തിൽ വരാൻ രണ്ട് രാജ്യത്തിന്റെയും അവസ്ഥ ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ചൈനയാണ് ഇതിൽ ഹൈലി കൺസേൺഡ് ആയി നിൽക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനിലാണ് അവർ നിൽക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്കന്റെ സാങ്ഷൻസ് വന്നു, ഇതുകൊണ്ടും കൺസേൺഡ് ആണ്. ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരുമ്പോഴാണ് പാകിസ്ഥാനെ സഹായിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പാകിസ്ഥാന് നല്ല തിരിച്ചടി വരുമോ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.